ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിനിഷ് കെയറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡൈക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പഴയ ഷോ ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ കവറിങ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായി വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഷോ ലൈറ്റിൻ്റെ പുറംഭാഗമാണ് കേട്ടോ. ഇത് ഒരു പഴയ സംഭവമാണിത്, പണ്ടത്തെയാണ്. അപ്പം മുമ്പ് പെയിൻ്റ് അടിച്ചിരുന്നതിൻ്റെ പെയിൻറ്റും ഒക്കെ അതെല്ലാം ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ആദ്യമേ ചെയ്യേണ്ടത് ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് വേണം. ആ കാർഡ്ബോർഡിൽ നമ്മളിതിൻ്റെ ഒരു അളവ് വെച്ച് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ കവർ ചെയ്തെടുത്തിട്ട് എന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊരു ഓവൽ ഷേപ്പാണല്ലോ അതിൻ്റെ ഓപ്പണിംഗ് ഭാഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഓപ്പണിംഗ് ഭാഗം ഓവൽ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ഇതുപോലെ നമുക്ക് എടുത്തിടാം. അതിനുശേഷം ഈ കുഞ്ഞു കുഞ്ഞു പീസസ് നമുക്ക് ഈ ആദ്യം കട്ട് ചെയ്ത കാർഡ്ബോർഡിന് മുകളിലായിട്ട് ഈ റെയിൽവേ പാളം ഉണ്ടല്ലോ, അങ്ങനെ കണക്കെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഒരു പ്രത്യേക ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ഇടയിൽ സെയിം ഒരു അളവാണ് നമ്മൾ കട്ട് ചെയ്തിരുന്നതിന്. അപ്പോൾ അതിനോടൊപ്പം സെയിം ഡിസ്റ്റൻസ് തന്നെ കീപ്പ് ചെയ്ത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഒരു റെയിൽവേ പാളം കണക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ നമ്മുടേത്. അപ്പോൾ അതിന് ശേഷം നമ്മളിനിയും ലൈറ്റിൻ്റെ കവറിങ്ങിലാണ് നോക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം ഒരു വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. കാരണം നമ്മൾ പുറമേ അടിക്കുന്ന ബാക്കി കളറുകളൊക്കെ ഇതിനോട് ചേരണമെങ്കിൽ വൈറ്റ് പെയിൻറ്റ് ആക്രിലിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതൊന്ന് അടിച്ചേ പറ്റത്തുള്ളൂ. അതിനുശേഷം ഞാൻ കുറച്ച് എം സിയിലെടുത്ത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ബോൾസ് എന്ന് പറഞ്ഞാൽ ഈ പുഴുവില്ലേ, നമ്മൾ ഈ ചാടി പോകുന്ന തേപ്പ് പുഴുക്കളെ കണ്ടിട്ടില്ലേ ആനിമേഷനിൽ, അപ്പോൾ അതിൽ പുഴുവിനെ ഉണ്ടാക്കാനായിരുന്നേ. അപ്പം ഇതിനൊരു മുകളിലായിട്ട് ഈ റെയിൽവേ പാളം പോലെ വെച്ചതിന് മുകളിലായിട്ട് നമ്മൾ ഈ ബോൾസ് വെച്ച് പുഴു കണക്കെ ചാടിപ്പോകുന്ന പുഴുണ്ടല്ലോ ആനിമേഷനിലെ, ആ കണക്കെ നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം അതിനൊരു ഗ്യാപ്പ് കുറച്ച് ഉയർന്നിരിക്കുന്നതായിട്ട് ചാടുമ്പം പൊങ്ങി വിരിക്കത്തില്ലേ, അത് കണക്കെ ആകാൻ വേണ്ടിയാണ് ഞാൻ ഇടയ്ക്ക് ബ്രഷ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ബാക്കി വന്നതെടുത്ത് ഞാൻ പൂവാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ ഔട്ടർ പോർഷനിൽ ഞാൻ ബ്ലൂ കളറ്, ഒരു സ്കൈ വ്യൂ കിട്ടാൻ വേണ്ടി ഒരു ബ്ലൂ കളറ് മുകൾ ഭാഗത്തായിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ഭാഗത്തേ ഇത് കൊടുക്കുന്നുള്ളൂ, മൊത്തത്തിൽ നമ്മളിതല്ല കൊടുക്കുന്നത്. ചെറിയൊരു നല്ല വ്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന. ഒരു നല്ല ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു നേച്ചറിൻ്റെ ഒരു ഇതൂടെ ഉൾപ്പെടുത്തിയാണിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ലൈറ്റ് ഗ്രീൻ എടുത്ത് ഞാനിങ്ങനെ പുല്ല് പോലെ ചുറ്റിനും വെച്ച് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ ഒന്ന് പുല്ല് പോലെ കണക്കെ മേപ്പോട്ട് വെച്ച് വരച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇതിന് ചുറ്റുമായിട്ട് ഇങ്ങനെ പുല്ലുകളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാം. നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സെറ്റിങ്ങാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ എടുത്ത് ഈ പുല്ലിൻ്റെ താഴ്ഭാഗത്തായിട്ട്, അതായത് നമുക്കറിയാമല്ലോ ഇരുണ്ട ഭാഗത്ത് കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡായിരിക്കും നമുക്ക് തോന്നിക്കുന്നത് പുല്ലുകൾ നിൽക്കുമ്പോൾ, കുറച്ച് നിഴലുകളൊക്കെ ഉള്ള ഭാഗങ്ങളിൽ. അതിന് വേണ്ടി അത് കൊടുത്തു. അതിനുശേഷം നമ്മൾ വൈറ്റ് എടുത്തിട്ട് കുറച്ച് തൂണ് കണക്കെ വരച്ചു കൊടുക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ മഷ്റൂംസാണ് നമ്മളിവിടെ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ പ്രത്യേക ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്താണ് നമ്മളത് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തൂണ് കണക്കെ, അതിൻ്റെ ആ തൂണ് കണക്കെയുള്ള ഭാഗം ഉണ്ടല്ലോ, തണ്ടിൻ്റെ ഭാഗം, അതാണ് ആദ്യം വരച്ചു കൊടുക്കുന്നത്. അതൊരു വൈറ്റ് ഷെയ്ഡായിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇതിന് ചുറ്റും ഉണ്ടായിരിക്കും കൂണുകൾ. അപ്പം അതിന് പലതും കൊടുത്തിട്ട് ആദ്യമേ ഞാൻ യെല്ലോ ഷെയ്ഡുള്ള കൂണാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ കുട പോലെ തന്നെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം. വരച്ചു കൊടുത്തിട്ട് ഞാനിത് ഇടവിട്ടാണ്. ഇപ്പോൾ ഇവിടെ യെല്ലോ വരച്ചാൽ അടുത്തത് ഞാൻ അടുത്തതിൻ്റെ അടുത്തതായിരിക്കും അടുത്ത യെല്ലോ വരയ്ക്കുന്നത്. അതിന് ശേഷം നമ്മൾ യെല്ലോയുടെ എല്ലാം വരച്ചിട്ട് നമുക്കിനിയും റെഡ് കളർ, ആ യെല്ലോയുടെ ഇടയിലത്തെ ഭാഗം നമ്മൾ ചെയ്യാതിരിക്കുന്ന ആ കൂണുണ്ടല്ലോ, വരച്ചിട്ടില്ലാത്ത ആ കൂണിൻ്റെ ഭാഗം നമുക്ക് റെഡ് കളറിലെ കൂണാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ചുറ്റും ഒന്ന് റെഡിയാക്കി എല്ലായിടവും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മുകൾ ഭാഗം, ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ റെഡ് ഷെയ്ഡാണ് കൊടുക്കുന്നത്.
അപ്പോൾ റെഡ് കളർ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ വൈറ്റ് ഉപയോഗിച്ച് തന്നെ കുറച്ച് ഡോട്ട്സ് മഷ്റൂംസിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കാണാറുള്ള പിക്കിലെ പോലെ തന്നെ ആവാൻ വേണ്ടിയാണ് ഡോട്ട്സ് കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ പിക്കിലും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് കാണുന്നത്, അതുകൊണ്ടാണിത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ചുറ്റുമുള്ള കൂണുകൾക്കും അത്തരത്തിൽ തന്നെ യെല്ലോയ്ക്കാണെങ്കിലും റെഡിനാണെങ്കിലും ഈക്വലായിട്ടാണ് ഈ ഒരു ഡോട്ട്സ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി നമ്മുടെ കാർഡ്ബോർഡ് നമ്മുടെ MC-യിൽ ഉണങ്ങാൻ വെച്ചിരുന്നല്ലോ, അപ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടി. അപ്പോൾ അതിൽ കാർഡ്ബോർഡിൽ ഞാൻ മൊത്തത്തിൽ ബ്രൗൺ ഷെയ്ഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഒരു ചെറിയ തടി പുഴുവാണല്ലോ നമ്മൾ വെച്ചത്, അപ്പോൾ ഒരു ചെറിയ തടി കണക്കെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാനത് ബ്രൗൺ ഷെയ്ഡ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം പുഴുവിന് ഞാനൊരു പച്ച കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിൽ ഞാനൊരു പച്ച ഷെയ്ഡ് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഗോൾഡൻ ലേസ് വെച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റാപ്ലർ പിൻ ചെയ്ത് കൊടുത്തു. ഈ പിൻ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ശേഷം ഞാനത് ഗമ്മും കൂടെ ഒന്ന് പുരട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ ഇരിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇത് പിൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറിയൊരു സ്റ്റോറേജ് ഇന്ന് സെറ്റായിട്ടുണ്ട്. സംഭവം പൊളിയാണോ? വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എൻ്റെ ആക്രിലിക് പെയിൻറ്റ്സൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ചെറിയ സ്റ്റോറേജാണിത്. പുഴുവുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് തുറക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ എത്തുന്നിടം വരെ ടാറ്റാ.